Okay, theorem 4.7 C part. If E equal to closed interval AB and 1 less than or equal to P less than infinity, then the set of all step functions on E is dense in LP of AB. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് E equal to closed interval AB ആണ്. Okay, then we consider a bounded continuous function x on AB. So let x be a bounded continuous function on closed interval AB. Okay, then obviously x is uniformly continuous on AB. Why? Because by bounded convergence theorem, we have a continuous function on closed bounded interval is uniformly continuous. Okay, so this x is uniformly continuous on closed interval AB. Actually ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി സെക്കൻഡ് പാർട്ട് കണ്ടിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഓൾ ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷന് പിന്നെ ഓൺ ഇ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഇ ഈസ് ഡെൻസ് ഇൻ എൽ പി ഓഫ് ഇ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ കണ്ടീഷൻ എം ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി, അതുപോലെ തന്നെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെപ്പ് ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷനുകളായി ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഇതിൽ കാണുന്നത്. എന്നിട്ട് പിന്നെ ബി പാർട്ട് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ബി പാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരെ എ പാർട്ടിലേക്ക് എത്തി. അവിടുന്ന് പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റെപ്പ് ഫംഗ്ഷനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് കാണും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പിന്നെ എക്സ് എന്നുള്ള ഒരു ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു. ആൻഡ് എക്സ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. And now let given epsilon greater than 0, there is a positive integer and such that x of s, so we have for epsilon greater than 0, okay, then there exists some delta greater than 0 such that mod x of t minus x of s, which is less than epsilon, if for t comma s belongs to AB with mod t minus s less than delta. So we have this condition, question number 1. Okay, now by Archimedean property, choose some say n from set of natural numbers such that 1 by n less than delta divided by b minus a. ഈ രൂപത്തിലുള്ള ഒരു എണ്ണം നമ്മൾ ചൂസ് ചെയ്യും. ദെൻ ക്ലിയർലി b minus a divided by n എന്തായിരിക്കും? which is less than delta. And for this n we let h equal to b minus a by n. Okay, then equation number 1 implies that mod x of t minus x of s, okay, which is less than epsilon for all t comma s belongs to a b with mod t minus s less than h, which is less than delta. This is our equation number 2. Okay, now we define step function. Okay, now we are going to define a step function y as follows. Okay, so define step function y on AB. It's like this. Y of t
equal to x of t naught when t naught less than or equal to t less than or equal to t1, x of t1 when t1 t less than or equal to t2 and etc. Okay, then x of tj minus 1 interval tj minus 1 less than t less than or equal to tj and etc. Okay, and finally we have x of tn minus 1, okay, when tn minus 1 less than t less than or equal to tn. So we have defined y of t like this. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നമ്മൾ ഒരു എച്ച് ഇവിടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എച്ച് ഇക്വൽ ടു ബി മൈനസ് എ ബൈ എ. അപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിന് എ ബിനെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. സം ടി നോട്ട് ടി ടു എക്സെട്ര എന്നുള്ള അതുകൊണ്ട് നമുക്ക് ഇതിനെ ടി നോട്ട് ടി ടു എക്സെട്ര ടി എൻ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് എ ബി ആണെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഇൻ്റർവെൽ എങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ടി നോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കോരോ T1 T2 etc. okay, Tj minus 1 Tj and etc. Tn. പിന്നീട് നമ്മൾ ഓരോ പിന്നെ സ്റ്റെപ്പ് ഫംഗ്ഷനുകൾ നമ്മൾ ഇവിടെ ഈ ഒരു ഒന്ന് പിന്നെ ഇതിൽ ഒന്ന് അതുപോലെ തന്നെ ഓക്കെ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ ഹിയർ ഇപ്പോൾ നമ്മളുടെ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ടി ജെ മൈനസ് 1 ടി ജെ ആയിരിക്കും, അതിൻ്റെ ലെങ്ത് എച്ച് ആയിരിക്കും. ഓക്കെ, നൗ ഇപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ y of t ഡിഫൈൻ ചെയ്യാം. സോ where tj equal to a plus jh, where j varies from 0, 1, 2, 3, etc. Okay, now integral over mod AB, integral over AB mod x of t minus y of t power p dm, which is equal to നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് y of t. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ j വേരീസ് ഫ്രം 1 to n ഇൻ്റഗ്രൽ ഓവർ ടി ജെ മൈനസ് 1, ഓരോ ഇൻ്റർവെല്ലിൻ്റെയും അത് കണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മോഡ് എക്സ് ഓഫ് ടി മൈനസ് എന്താ പറയുക എക്സ് ഓഫ് tj minus 1 power p dm, ഈ രൂപത്തിൽ നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, നൗ സോ ദിസ് ഈസ് ലെസ് ദാൻ summation j varies from 1 to n integral mod integral tj minus 1 to tj dm. This is by our equation number 2. So this is equal to summation j varies from 1 to n epsilon power p, then integrate is tj minus 1.
Okay, so this is equal to sum ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും b minus a. So actually നമ്മുടെ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും സമ്മാണ് അതിന് പാർട്ടീഷൻ ചെയ്താൽ അതിനപ്പുറം എന്ത് കിട്ടും b minus a. Okay, so that means we have integral over closed interval ab mod x of t minus y of t power p dm whole raised to 1 by p, okay, which is less than epsilon b minus a whole raised to 1 by p. Okay, so this shows that bounded continuous functions on closed interval ab can be approximated by step functions. Okay, so this shows that bounded continuous functions on ab can be approximated by step function y of t. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തി. Then by part b, by part b, okay, the set of bounded continuous functions on closed interval ab is dense in lp ab. Okay, this is the proof.